പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ടുഗദർ വിത്ത് ജീസസ് എന്ന ഈ പ്രോഗ്രാമിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഈ പ്രഭാതത്തിൽ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഒരു അനുഗ്രഹിക്കപ്പെട്ട പുതിയ ദിവസം കൂടെ കർത്താവ് എനിക്കും നിങ്ങൾക്കും ദാനമായി തന്നിരിക്കുന്നല്ലോ. അതിനായിട്ട് ഞാൻ കർത്താവിനെ നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. അവൻ ചെയ്ത നന്മകളെയൊക്കെ ഓർത്താൽ എത്ര നന്ദി പറഞ്ഞാലും എത്ര സ്തുതിച്ചാലും മതിയാകത്തില്ല. വാട്ട് എ ഗ്രേറ്റ് ഡേ ദ ലോർഡ് ഹാസ് ഗിവൻ us. ഒന്ന് ഈ പ്രഭാതത്തിൽ ഒന്ന് വിളിച്ചു പറയാമോ? ഇത് കർത്താവ് എനിക്കായി ഉണ്ടാക്കിയ ദിവസം. ദിസ് ഇസ് ദ ഡേ ദാറ്റ് ദ ലോർഡ് ഹാസ് മെയ്ഡ് ഫോർ മീ, സോ ഐ വിൽ റിജോയ്സ്. ഞാൻ സന്തോഷിക്കും. ചിലപ്പോൾ സാഹചര്യങ്ങൾ, വെല്ലുവിളികൾ പലതും ചിലപ്പോൾ ഇന്ന് നേരിടേണ്ടതായിട്ടുണ്ട്. പക്ഷേ ഇന്ന് സന്തോഷിക്കാനൊന്ന് തുടങ്ങുമ്പോൾ എനിക്ക് നിശ്ചയമായിട്ടും ഒരു കാര്യം അറിയാം. പ്രൈസ് ദി ലോർഡ്. കർത്താവ് അത്ഭുതകരമായ വഴികൾ ആ കാര്യങ്ങളിൽ തുറക്കുക തന്നെ ചെയ്യും. സോ റിജോയ്സ് ഇൻ ഹിം. ആ കർത്താവിൽ അങ്ങോട്ട് സന്തോഷിക്കാൻ തുടങ്ങിയാൽ മതി. ഒന്നിനെക്കുറിച്ചും ഭാരപ്പെടരുത്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, നമ്മളെ കർത്താവ് തെരഞ്ഞെടുത്തതാണ്. 800 കോടി ജനത്തിൻ്റെ മധ്യത്തിൽ നിന്ന് കർത്താവ് എന്നെയും നിങ്ങളെയും ഹാൻഡ് പിക്ക് ചെയ്തു. പ്രൈസ് ദൈവത്തിൻ്റെ കണ്ണിലെ കൃഷ്ണമണിയാണ്. പ്രൈസ് ദി ലോർഡ്. നോക്ക്, അവൻ്റെ ഉള്ളം കരത്തിൽ എന്നെയും നിങ്ങളെയും കർത്താവ് വരച്ചിരിക്കുകയാണ്. യു ആർ സോ മച്ച് പ്രഷ്യസ് ഫോർ ദി ലോർഡ്. കർത്താവിന് ഏറ്റവും, എന്നെ കേൾക്കുന്ന എല്ലാവരോടും പറയാം, കർത്താവിന് നിങ്ങൾ ഏറ്റവും വില പിടിച്ച വ്യക്തിയാണ്. പ്രൈസ് ഓക്കെ. ഏറ്റവും വില പിടിച്ചതായതുകൊണ്ടാണ് ഏറ്റവും വിലയേറിയ രക്തം. കർത്താവിൻ്റെ രക്തത്തെക്കുറിച്ച് പറയുമ്പോൾ ദൈവവചനം പറയുകയാണ്, അവൻ്റെ വിലയേറിയ രക്തം കൊടുത്ത് എന്നെയും നിങ്ങളെയും കർത്താവ് വിലയ്ക്ക് വാങ്ങി. ഞാൻ വാല്യുബിൾ ആയതുകൊണ്ടാണ് ഏറ്റവും വില പിടിച്ചത് എനിക്ക് തന്നത്. സ്വന്തം പുത്രനെ എനിക്ക് വേണ്ടി കൊടുത്തത് പ്രൈസ് ഞാനും നിങ്ങളും ഒരു വിലപ്പെട്ട വ്യക്തി ആയതുകൊണ്ടാണ്. പ്ലീസ് അതുകൊണ്ട് ഡോണ്ട് കൗണ്ട് യുവർ സെൽഫ് ആൻ ഓർഡിനറി പേഴ്സൺ. ഒരു സാധാരണ വ്യക്തിയാണ്, എനിക്ക് കഴിവില്ല, എന്നെക്കൊണ്ട് ഞാൻ കൂട്ടിയാൽ ഇത്രയൊക്കെ കൂടത്തുള്ളൂ എന്നൊന്നും നിങ്ങളെ തന്നെ വിധിക്കുന്നവരാകരുത്. പ്രൈസ് യു ആർ എൻ ഓവർകമർ. സകലതിനെയും മറികടക്കാൻ പറ്റുന്ന ഒരു ദൈവശക്തി നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നുണ്ട്. നോക്ക്, ഈ പ്രഭാതത്തിൽ ഞാൻ ഒരു കാര്യം കൂടെ സൂചിപ്പിക്കാൻ കർത്താവിൽ ആഗ്രഹിക്കുക. പ്രൈസ് ഇന്നലത്തെ ദിവസം ഒരു സഹോദരി നമ്മുടെ ട്രിവാൻഡ്രം ചേർച്ചിലുള്ള ഒരു സഹോദരിയാണ്. അവർ ഒരു ബേക്കറി നടത്തുന്ന ഒരു സഹോദരിയാണ്. ഹസ്ബൻഡും വൈഫും അവർ ഒന്നിച്ച് ദേ ആർ ഡൂയിങ് എ ബിസിനസ്. അവർ എന്നെ വിളിച്ചു, വളരെ വിഷമത്തോടെയാണ് എന്നെ വിളിച്ചത് പ്രാർത്ഥിക്കാൻ വേണ്ടി. ഞാനിതൊരു കോഷനായിട്ട് എല്ലാവരോടും പറയാൻ ആഗ്രഹിക്കുകയാണ്. അവരുടെ കടയിൽ ഗൂഗിൾ പേ വർക്ക് ചെയ്യുന്നില്ല. കടയിൽ നോക്ക്, ആൾക്കാർ മേടിച്ചിട്ട് ഇപ്പോൾ പൈസ പലരും കൊടുക്കുന്നത് ഗൂഗിൾ പേയിലാണ് സെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഗൂഗിൾ പേ കടയിൽ വർക്ക് ചെയ്യുന്നില്ല. ഞാൻ ഗൂഗിൾ പേ വർക്ക് ചെയ്യാതെ വന്നപ്പോൾ അവർക്ക് ബാങ്കിൽ നിന്ന് തന്നെ ഒരു മെസ്സേജ് വന്നു, നിങ്ങളുടെ ഗൂഗിൾ പേ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ ക്ലിക്ക് ഓൺ ദിസ്. നോക്ക്, ഈ മെസ്സേജിൽ ക്ലിക്ക് ചെയ്യാൻ പറഞ്ഞ് ഒരു മെസ്സേജ് വന്നു. അവർ അവത്തിലൊന്ന് ക്ലിക്ക് ചെയ്തു. അതുപോലെ ഉടനെ ഒരു 10 രൂപ അവരുടെ ഗൂഗിൾ പേ അക്കൗണ്ടിലോട്ട് അവർ അയക്കാനിടയായി. അപ്പോൾ അയച്ചു. ഇപ്പോൾ റെഡി ആയോ എന്ന് അവർ ചോദിക്കുകയും നോക്കുക, ആ അക്കൗണ്ടിലുണ്ടായിരുന്ന ഓൾമോസ്റ്റ് 98,000 rupees ഒറ്റയടിക്ക് ഡ്രെയിൻഡായി. ഈ ദിവസങ്ങളിൽ ബി കോഷ്യസ്. ഒത്തിരി നാളെ എൻ്റെ അക്കൗണ്ടിൽ ആരാണ്ടോ 10 രൂപ അയച്ചായിരുന്നു. 10 രൂപ അയച്ചിട്ട് മിസ്റ്റേക്കായിട്ട് അയച്ചതാണ്, തിരിച്ചിടാൻ പറഞ്ഞു. സോ എനിക്ക് ഇവരുടെ ഈ തന്ത്രം അറിയാവുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾ പോയി നിങ്ങളുടെ ബാങ്കിൽ പറഞ്ഞാൽ മതി, നിങ്ങളുടെ ബാങ്കുകാർ തന്നെ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് അതെടുത്ത് തിരിച്ച് നിങ്ങൾക്ക് തരും. ആരെങ്കിലും ഇങ്ങനെയൊക്കെ ഉള്ള ഒത്തിരി വല്ലാതെ ചതിയും വഞ്ചനയുമുള്ള ഒരു ലോകത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. പ്രത്യേകിച്ച് എനിക്കാണെങ്കിൽ ഈ ഒത്തിരി ഒന്നും എനിക്ക് അറിയത്തില്ല. എനിക്ക് ഈ ഫോണ് ഉപയോഗിക്കാനോ ഈ കൂടുതൽ ഓപ്ഷൻസ് ഉപയോഗിക്കാനോ, നമുക്ക് ബാങ്ക് അക്കൗണ്ട് ഒക്കെ ഓപ്പറേറ്റ് ചെയ്യുന്ന നമുക്ക് ഒരു പരിധി വരെ അറിയത്തുള്ളൂ. നമ്മളറിയാതെ ചുമ്മാ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ, ഒരു മെസ്സേജിൽ ക്ലിക്ക് ചെയ്താൽ നമ്മൾ പോലും അറിയാതെ നമ്മുടെ പൈസ മുഴുവൻ ഡ്രെയിൻഡായിട്ട് പോകുന്ന നോക്ക്, അങ്ങനെ ഒരു കാലഘട്ടത്തിലായി. സോ ബി കോഷ്യസ്. ഇന്ന് ഞാൻ പ്രാർത്ഥിച്ചു, ഞാൻ സൗരിയോട് പറഞ്ഞു, സൗരി ആ മുഴുവൻ പൈസ ഒന്നും നഷ്ടപ്പെടത്തില്ല, 1 രൂപ പോലും നഷ്ടപ്പെടത്തില്ല. നിങ്ങളുടെ വേർപ്പാ, നിങ്ങൾ അധ്വാനിച്ചതാണ്. നമ്മളെ കരുതുന്ന ഒരു കർത്താവുണ്ട്, നമ്മളെ സ്നേഹിക്കുന്ന ഒരു കർത്താവുണ്ട്. 1 രൂപ പോലും നിങ്ങളുടെ നഷ്ടപ്പെടത്തില്ല എന്ന് ഞാൻ സൗരിയോട് പറഞ്ഞു. എന്നാൽ ഇന്ന് പ്രഭാതത്തിൽ ഈ പ്രോഗ്രാം കാണുന്ന എല്ലാവരെയും ഞാൻ ഒന്ന് ബി കോഷ്യസ്. വല്ലാത്ത ചതിക്കുന്ന ഒരു ലോകത്ത് ജീവിക്കുകയാണ്. സോ ബി കോഷ്യസ് അബൌട്ട് ഇറ്റ്. നമുക്ക് ഇന്ന് പ്രാർത്ഥനയോടെ നമ്മുടെ കർത്താവിൻ്റെ വചനത്തിലോട്ട് പോകാം. യേശുക്രിസ്തു ഉയർത്തി ജീവിക്കുന്നതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ജീവിക്കുക. ഹല്ലേലൂയ.
ആ കർത്താവിന്റെ സാന്നിധ്യത്തിനായിട്ട്. ആ കർത്താവ് ഇന്ന് നമ്മുടെ കൂടെ ഇരിക്കുന്നത് കൊണ്ട് എപ്പോഴും എന്നേക്കും നിങ്ങളുടെ കൂടെ ഇരിക്കുമെന്ന് പറഞ്ഞ ഒരു കർത്താവാണ്. ആ പരിശുദ്ധാത്മാവും നമ്മുടെ കൂടെയുണ്ട്. അവനാൽ അസാധ്യമായിട്ടൊന്നുമില്ല. കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞ കർത്താവ് നിങ്ങൾ ഏത് പ്രതികൂലത്തിലൂടെ കടന്നു പോവുകയാണെങ്കിലും അവിടെ നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് അതൊന്ന് വിശ്വസിച്ച്. 1 കൊരിന്ത്യർ 3-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം പറയുന്നത്, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരം എന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ? ചില കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം. ഞാൻ ദൈവത്തിന്റെ മന്ദിരമാണ്, എന്നിൽ കർത്താവ് വസിക്കുന്നുണ്ട്. ആ ബോധ്യം നമുക്കുണ്ടായിരിക്കണം. ചില കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നത് പോലെ നിങ്ങൾ അറിയുന്നില്ലയോ? അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ ചോദിക്കുക, നിങ്ങൾ ചിലതൊക്കെ അറിയുന്നില്ലേ? നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാണെന്നും നിങ്ങളുടെ ഉള്ളിൽ കർത്താവ് വസിക്കുന്നെന്നും നിങ്ങൾ അറിയുന്നില്ലേ? എന്ന് എനിക്ക് നിങ്ങളോട് അതാ ചോദിക്കാനുള്ളത്. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാണെന്നും നിങ്ങളുടെ ഉള്ളിൽ ആ കർത്താവ് വസിക്കുന്നെന്നും നിങ്ങൾ അറിയുന്നില്ലേ? അറിയുന്നുണ്ടെങ്കിൽ, അറിയുന്നില്ലയോ എന്ന് ചോദിച്ചിട്ട് പറയാം, അറിയുന്നുണ്ടെങ്കിലോ നമുക്ക് ആ ധൈര്യവും ആ പ്രത്യാശയും പിന്നെ പ്രശ്നങ്ങളൊന്നും വരുമ്പോൾ നമ്മൾ ഭയപ്പെടത്തില്ല. എന്റെ ഉള്ളിൽ ആരായിരിക്കുന്ന ഈ ലോകത്തെ സൃഷ്ടിച്ച ആ ദൈവം എന്റെ ഉള്ളിൽ വസിക്കുകയാണെന്നുള്ള ഒരു ബോധ്യം. അപ്പൊ ആ ബോധ്യം നമ്മൾക്ക് ധൈര്യം കിട്ടുമ്പോൾ തന്നെ നമുക്കൊരു പല കാര്യങ്ങളിലും ഇടപെടാനും സാധിക്കത്തില്ല, അല്ലെ? നമ്മളെ തന്നെ ഒന്ന് ക്വസ്റ്റ്യൻ ചെയ്തായിരിക്കും നമ്മൾ ജീവിക്കുന്നത്. നമ്മളെ തന്നെ ഒരു പരിധിയിൽ, ആ പരിധി വിട്ടു പോകാനും നമുക്ക് പറ്റത്തില്ല. പക്ഷെ എന്തെങ്കിലും പ്രതികൂല സാഹചര്യങ്ങളും രോഗങ്ങളും ദുഃഖങ്ങളും നിരാശകളും ഒക്കെ വരുമ്പോ എന്റെ ഉള്ളിലിരിക്കുന്ന കർത്താവ് ഇതിനെയെല്ലാം ജയിച്ചതാ, ആ ക്രൂശിൽ പിശാചിന്റെ ആയുധവർഗം വെപ്പിച്ചതാണെന്നുള്ള ആ ധൈര്യത്തോടെ, ആ ബോധ്യത്തോടെ, ഭയപ്പെടാതെ, നിരാശപ്പെടാതെ ഇന്ന് നിങ്ങൾ ഫേസ് ചെയ്യുന്ന എല്ലാ പ്രശ്നത്തെയും നേരിടാനുള്ള വലിയ ധൈര്യവും പ്രത്യാശയും കർത്താവ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും തരും. ഈ പ്രഭാതത്തിൽ കർത്താവ് നമ്മുടെ അടുത്ത് നിൽക്കുകയാണെങ്കിൽ കർത്താവ് പറയുന്ന മെസ്സേജ് ഇതായിരിക്കും, മോനെ നീ ധൈര്യമായിട്ടിരിക്കും, ഭയപ്പെടേണ്ട. നോക്ക്, കർത്താവ് ആ ശിഷ്യന്മാരെ അടച്ചിട്ടിരുന്ന മുറിയിൽ ഇരുന്നപ്പോൾ അവരുടെ അടുത്ത് ചെന്ന് കർത്താവ് പറഞ്ഞത് ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ് അവരുടെ ഹൃദയ കാഠിന്യത്തെ ശാസിച്ചു. ഉയർത്തെഴുന്നേറ്റ കർത്താവും പറഞ്ഞ വാക്ക്, നിങ്ങൾ ഭയപ്പെടേണ്ട, ഡു നോട്ട് ഫിയർ. കർത്താവിന് ഇന്ന് പറയാനുള്ള മെസ്സേജ് ഭയപ്പെടേണ്ട. ആ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം ഞാൻ ഉണ്ട്, ഐ എം അവൈലബിൾ ഫോർ യു. ഞാൻ 24/7 ആണ്. എൻ്റെ ഓഫീസ് ഒരിക്കലും അടയ്ക്കത്തില്ല. ഐ എം 24/7. ഐ എം ഓൺ വാച്ച്, അല്ലേ? ഞാൻ അവൻ ഉറങ്ങത്തുമില്ല, ഉറക്കം തൂങ്ങുന്ന കർത്താവുമല്ല. സോ ഗോഡ് ഈസ് ഓൺ വാച്ച്. അതുകൊണ്ട് സോ ഡു നോട്ട് ഫിയർ. സാഹചര്യങ്ങളൊക്കെ ഈ ലോകത്തിൽ വന്നേക്കാം, പക്ഷെ അത് കണ്ട് ഭയപ്പെടരുത്. നമ്മൾ ഈ പലപ്പോഴും നമ്മൾ ഈ ലോകത്തിലൊക്കെ എപ്പോഴും പറയുന്ന ഒരു വാക്ക് അയ്യോ, ഓ, അല്ലേ? നമ്മൾ എപ്പോഴും പറയുന്ന ഉപയോഗിക്കുക, അയ്യോ ദൈവമേ, അയ്യോ കർത്താവേ, ഇങ്ങനെയൊക്കെ ഉള്ള വാക്കുകൾ, അയ്യോ ഞാൻ എന്നാ ചെയ്യും, ഇങ്ങനെയൊക്കെയുള്ള വാക്കുകൾ നമ്മളെല്ലാം ഉപയോഗിക്കുന്ന വാക്കാണ്. പക്ഷേ നമ്മൾ കർത്താവ് അവിടെ അവൈലബിൾ ആണ് എന്ന് മനസ്സിലാകുമ്പോൾ, ഞാൻ കടന്നു പോകുന്ന ആ പ്രതിസന്ധിക്കകത്ത് അതിനേക്കാൾ വലിയൊരു മഹത്വം വ്യാപരിക്കും എന്ന് ബോധ്യമുള്ള ഒരു വ്യക്തി അവരൊരിക്കലും അയ്യോ എന്ന് അവർ പറയത്തില്ല. അവർ പറയും, ആ കർത്താവ്, ഗോഡ് ഇസ് ദ. നോക്ക്, ഇന്നത്തെ ചിന്തയ്ക്കായിട്ടൊരു വചനഭാഗം വായിക്കുമ്പോൾ നമുക്കൊന്നുകൂടെ ഒന്ന് ക്ലിയർ ആയിട്ട് 2 രാജാക്കന്മാരുടെ പുസ്തകം അതിന്റെ 6-ാം അധ്യായം അതിന്റെ 15-ാം വാക്യം പ്രാരംഭമായിട്ട് വായിക്കുന്നു. ദൈവപുരുഷന്റെ ബാല്യക്കാരൻ രാവിലെ എഴുന്നേറ്റ് പുറത്തിറങ്ങിയപ്പോൾ ഒരു സൈന്യം കുതിരകളും രഥങ്ങളുമായി പട്ടണം വളഞ്ഞിരിക്കുന്നത് കണ്ടു. ബാല്യക്കാരൻ അവനോട്, അയ്യോ യജമാനനെ, നാം എന്ത് ചെയ്യും എന്ന് പറഞ്ഞു. എലീശ പ്രവാചകന്റെ പരിചാരകൻ തന്നെ അവിടെ രാവിലെ എഴുന്നേറ്റ് വെളിയിലേക്ക് ഇറങ്ങിയപ്പോൾ ആരാം രാജാവിന്റെ സൈന്യം എലീശ പ്രവാചകനെ പിടിക്കാനായിട്ട് ഒരു മല മുഴുവൻ നിറഞ്ഞ് നിൽക്കുകയാണ്. നോക്ക്, പലപ്പോഴും ആരാം രാജാവ് ഇസ്രയേലിനെ കീഴ്പ്പെടുത്താൻ നോക്കുമ്പോൾ, ഇസ്രയേലുമായിട്ട് യുദ്ധം ചെയ്യാൻ നോക്കുമ്പം അവർ പരാജയപ്പെടുകയാണ്. പലപ്പോഴും നോക്ക്, ഒരു സ്ട്രാറ്റജി ഒക്കെ ഉണ്ടാക്കി ഒരു സൈന്യം ഇന്ന വഴിയിലൂടെ കടന്നു പോകണം എന്നൊക്കെ പറയുമ്പോൾ നോക്ക്,
അവിടെ ചെല്ലുമ്പോൾ അവിടെ ഭയങ്കര ഡിഫൻസ് ആയിരിക്കും, അവിടെ ഭയങ്കര അവർക്ക് മുമ്പോട്ട് പോകാൻ മേലാതെ ഇസ്രയേൽ സൈന്യം അവരെ തടയും. അവസാനം ആരാം രാജാവിന് ഒരു കാര്യം തോന്നി, നമ്മുടെ കൂട്ടത്തിൽ ആരാണ്ട് കുറ്റുകാരുണ്ട്, ഒരു സ്പൈ, ഇതിന്റെ അകത്ത് ഒരു സ്പൈ ഉണ്ട്, നോക്ക് ഇവിടെ നമ്മൾ പാളയം ഇറങ്ങണമെന്ന് പറയുമ്പം തന്നെ അവിടെ ഇസ്രയേലിനെ അറിയിക്കുന്ന ഒരു സ്പൈ ഉണ്ട്. ഉടനെ പറയുകയാണ് അവർ തന്റെ കൂടെ നിൽക്കുന്നവർ, ഇവിടെ ഇതിന്റെ അകത്ത് സ്പൈ ഉള്ളത് കൊണ്ടല്ല, ഇസ്രയേലിൽ ഒരു പ്രവാചകനുണ്ട്, ഇസ്രയേലിൽ ഒരു പ്രവാചകനുണ്ട്. ആ പ്രവാചകന്റെ ഉള്ളിൽ പ്രൈസ്ലോ നോക്ക്, ഇസ്രയേലിനെ ആക്രമിക്കാൻ നോക്കുമ്പോൾ ആ പ്രവാചകന്റെ ഉള്ളിൽ ദൈവാത്മാവ് ഇടപെടുക. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ആ പ്രവാചകനെ അങ്ങ് പിടിച്ചാൽ കാര്യം തീരുവല്ലോ എന്ന് ആരാം രാജാവ് പറഞ്ഞ് ഈ എലീശ പ്രവാചകൻ ഇരിക്കുന്ന വീടിന്റെ ചുറ്റും പ്രൈസ് ഒരു വലിയ സൈന്യം അവിടെ പാളയമിറങ്ങി നിൽക്കുകയാണ്. അപ്പൊ ഈ എലീശയുടെ ബാല്യക്കാരൻ രാവിലെ വെളിയിലോട്ടിറങ്ങി നോക്കിയപ്പം പ്രൈസ് ഒരു കൂട്ടം സൈന്യം നോക്ക് മുഴുവൻ അവിടെ നിറഞ്ഞ് നിൽക്കുകയാണ്. ഉടനെ തന്റെ വായിൽ നിന്ന് ആദ്യം പുറപ്പെട്ടു വന്ന വാക്ക്, അയ്യോ യജമാനനെ, നമ്മൾ തീർന്നു, നമ്മുടെ കാര്യം അവസാനിച്ചു. ഇങ്ങനെയാ പലപ്പോഴും നമ്മൾ നമ്മുടെ വിഷയങ്ങളിലും, അയ്യോ തീർന്നു. ഇല്ല, തീർന്നിട്ടില്ല. അങ്ങനെയൊന്നും തീരാനുള്ളവരല്ല നമ്മൾ. ഒരു പ്രതിസന്ധിക്കകത്ത് നിലംപരിചാകാനുള്ളവരല്ല നമ്മൾ. ഒരു പ്രതികൂല കാറ്റിന്റെ അകത്ത് പറന്നു പോകാൻ ഉള്ളവരല്ല നമ്മൾ വീണ്ടും ജനിച്ചവരാണ്. ഇന്ന് ഷീന പ്രാരംഭമായിട്ട് വായിച്ച ആ വചനം, അവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലേ? ഡോണ്ട് യു നോ? നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നത് ആരാണെന്ന് അറിയുന്നില്ലേ? കൊലോസ്യ ലേഖനക്കാരൻ പറയുന്നത് പോലെ മഹത്വത്തിന്റെ പ്രത്യാശയായി ക്രിസ്തു എന്റെ ഉള്ളിൽ വസിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം പറയുന്ന പോലെ അവന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും അവൻ എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ചിരിക്കുക. ഡോണ്ട് കൗണ്ട് യുവർസെൽഫ് ആസ് എൻ ഓർഡിനറി പേഴ്സൺ. നിങ്ങൾ ഒരു സാധാരണ വ്യക്തിയല്ല, ഒരു അസാധാരണ വ്യക്തി നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നുണ്ട്. നിങ്ങളുടെ ഉള്ളിൽ ഒരു ഗ്ലോറി വസിക്കുന്നുണ്ട്. ദൈവാനുരൂപമായ ഒരു വ്യക്തി നിങ്ങളുടെ അകത്ത്, ദൈവത്തിന്റെ അതേ സാദൃശ്യം, ദൈവത്തിന്റെ അതേ സ്വരൂപം, ദൈവം എങ്ങനെ ഫംഗ്ഷൻ ചെയ്യുന്നു അതുപോലെ ഫംഗ്ഷൻ ചെയ്യാൻ എന്റെ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെയും അയക്കുന്നു എന്ന് പറഞ്ഞ പ്രൈസ് അതേ കർത്താവ് നിങ്ങളുടെ ഉള്ളിൽ വസിക്കുകയാണ്. ഒരു വിഷയം കാണുമ്പോൾ, ഒരു കാറ്റ് കാണുമ്പോൾ എല്ലാം തീർന്നു. നോക്ക്, ഈ പ്രവാചക ശിഷ്യൻ അവിടെ വിചാരിച്ചു എല്ലാം തീർന്നു. ഇപ്പം വന്ന് നോക്ക്, എലീശ നോക്ക് യുദ്ധവീരനല്ല, എലീശ പ്രവാചകനാ. എലീശ ഒരു ദൈവദാസനാ, ഒരു പാസ്റ്ററാണ്. പ്ലീസ്, നമ്മൾ പലപ്പോഴും ദൈവദാസന്മാരെയൊക്കെ കാണുമ്പം നമ്മൾ വിചാരിക്കും ഇവരൊക്കെ പാവങ്ങളാ. അവർ പാവങ്ങളൊന്നും അല്ല, ദേ ആർ വെരി സ്ട്രോങ്. നോക്ക, അകത്ത് വസിക്കുന്ന ഒരു മഹത്വമുണ്ട്, അത് തൊടാൻ പറ്റത്തില്ല. അവരെ തൊടുന്നവർ, ഞാനൊരു കാര്യം പറയാം, ദൈവമക്കളെ, നിങ്ങളെ തൊടുന്നവർ ദൈവത്തെയാണ് തൊടുന്നത്. നിങ്ങളെ തൊടുന്നവർ കർത്താവിന്റെ കൃഷ്ണമണിയാണ് തൊടുന്നത്. ഒന്നിനും നിങ്ങളെ തൊടാനോ ഒന്നിനും നിങ്ങളെ പരാജയപ്പെടുത്താനോ സാധിക്കത്തെ ഇഷ്യൂസ് ഒക്കെ വരും. ഇഷ്യൂസ് വരുമ്പോൾ ഞാൻ പലപ്പോഴും ചിന്തിക്കും, ഈ പ്രതിസന്ധികളും ഈ പ്രശ്നങ്ങളും വരുന്നത് അതിന്റെ അകത്ത് നിങ്ങൾ ആരാണെന്ന് കാണിച്ചു തരാൻ. നിങ്ങളുടെ അകത്ത് വസിക്കുന്ന നിങ്ങളുടെ മെറ്റീരിയൽ എന്നാണെന്ന് കാണിച്ച് ലോകത്തിന് കാണിച്ചു കൊടുക്കുക. ഈ വിഷയം എന്തിനാ? നമ്മൾ ചിലപ്പോൾ ചോദിക്കത്തില്ലേ, ഈ വിഷയം എന്തിനാ എൻ്റെ ജീവിതത്തിൽ വന്നേ? ഈ വിഷയം നമ്മുടെ ജീവിതത്തിൽ വന്നെങ്കിൽ പ്രൈസ് ലോകത്തെ കാണിക്കാൻ വേണ്ടി, പ്രൈസ് ലോകത്തിന്റെ മുമ്പിൽ ഒരു സാക്ഷ്യമായി, ലോകത്തിന്റെ മുമ്പിൽ യേശു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു ഉണ്ട് എന്ന് പ്രൈസ് കാണിക്കാൻ വേണ്ടിയാണ് ചില വിഷയങ്ങൾ ദൈവമക്കളെ നിങ്ങളുടെ ജീവിതത്തിൽ. അത് ഒരിക്കലും പരാജയപ്പെടാനല്ല, പരാജയപ്പെടുത്തുന്നതല്ല. ഒരു വിഷയവും നിങ്ങളെ താക്കത്തില്ല, ഒരു വിഷയവും നിങ്ങളെ പരാജയപ്പെടുത്തത്തില്ല. കാരണം നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നത് ഗ്ലോറിയാണ്. നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നത് ദൈവാനുരൂപനായ ക്രിസ്തുവാണ്. നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നത് മരണത്തെ ജയിച്ചവനാണ്, പുനരുദ്ധാനത്തിന്റെ ശക്തിയാണ്, മരിച്ചതിനെ ജീവിപ്പിക്കാൻ കഴിവുള്ള ആളാണ് നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നത്. സോ നത്തിങ് ഇൻ ദിസ് വേൾഡ് ക്യാൻ ഡിഫീറ്റ് യു. നോക്ക്, ഇവൻ അവിടെ വെളിയിൽ ഇറങ്ങിയിട്ട് പറഞ്ഞു, അയ്യോ പോയി, എല്ലാം പോയി. നമ്മളും ഈ വാക്ക് വായിക്കുക, അയ്യോ എപ്പോഴും നമ്മളും ഉപയോഗിക്കാറുള്ളതല്ലേ. പെട്ടെന്ന് എന്തെങ്കിലും ഒന്ന് കാണുമ്പോൾ, പെട്ടെന്ന് ഒരു വിഷയം നേരിടുമ്പോൾ, പെട്ടെന്ന് നമുക്ക് വേണ്ടാത്ത ഒരു കോള്, നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു കോള് വരികയാണ്, പെട്ടെന്ന് ഒരു വാർത്ത നമ്മളെ തേടി വരിക. ഈ വാക്ക് നമ്മളെല്ലാം, എല്ലാ മനുഷ്യരും ഇതിനൊന്നും അധീനരല്ല. നമ്മളെല്ലാവരും അയ്യോ അങ്ങനെ സംഭവിച്ചോ എന്ന് നമ്മളും എല്ലാവരും ഭയപ്പെട്ട് നമ്മളെല്ലാവരും ചോദിക്കുന്ന ഒരു വാക്കാണ്. എന്നാൽ എനിക്ക് ഇവിടെ എലീശ പ്രവാചകൻ പറഞ്ഞൊരു വാക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടം. അടുത്ത വാക്യം ഒന്ന് വായിക്കാം. ആവശ്യം അതിനവൻ പേടിക്ക. നിങ്ങളുടെ ഏത് വിഷയമാണെങ്കിലും അതിന്റെ അകത്ത് ആദ്യം പറയേണ്ട ഭയപ്പെടേണ്ട.
നോക്ക്, അത് ദൈവം പറയുന്നു. നിങ്ങളത് ഉപയോഗിക്കുമ്പോൾ, ആ വാക്ക് ഉപയോഗിക്കുമ്പോൾ ദൈവം ഒരു വാക്ക് ഉപയോഗിക്കുന്നത് പോലെ തന്നെയാണ് നിങ്ങളത് ഉപയോഗിക്കുന്നത്. ഭയപ്പെടേണ്ട. എന്തെങ്കിലും ഒരു പ്രതിസന്ധി ഉണ്ടോ, ആദ്യം നിങ്ങൾ നിങ്ങളെ തന്നെ കംഫോർട്ട് ചെയ്യണം. പ്ലീസ്, ഇല്ല ഇതിന്റെ അകത്ത് ഞാൻ തോക്കാൻ, ഞാൻ താഴാൻ, ഞാൻ തകർന്നു പോകാൻ ഒരിക്കലും എന്റെ കർത്താവ് സമ്മതിക്കത്തില്ല. പ്ലീസ്, ബിക്കോസ് ഗോഡ് ലവ്സ് മീ. അവൻ എന്നോട് ഇഷ്ടമല്ല, സ്നേഹമാണ്. എന്റെ കർത്താവിന് എന്നോട് സ്നേഹമാണ്. എന്റെ കർത്താവിന് സ്നേഹമായതുകൊണ്ട് എന്റെ കാൽ കല്ലിൽ തട്ടാൻ അവൻ സമ്മതിക്കത്തില്ല. ദൂതന്മാരെ അവൻ കൽപ്പിച്ച് അയക്കും. എന്റെ തല താഴാൻ സമ്മതിക്കത്തില്ല. മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ ലജ്ജിക്കാൻ സമ്മതിക്കത്തില്ല. പക്ഷെ കർത്താവ് എന്നാ ചെയ്യുന്നേ? അവൻ കൂട്ടുകാരിൽ പരമായി ആനന്ദ തൈലം കൊണ്ട് നിങ്ങൾക്ക് സന്തോഷം തരാൻ, ആനന്ദ തൈലം കൊണ്ട് നിങ്ങളെ അഭിഷേകം ചെയ്യും. അവൻ തന്റെ സമാധാനം തരും. ഏത് വിഷയത്തിന്റെ അകത്ത് അയ്യോ അല്ല വരേണ്ടത്, ദൈവികമായ സമാധാനം. ഇല്ല, നിങ്ങളൊരു വാക്ക് പറയുന്നത് പോലെ നോക്ക്, ആ കൊടുങ്കാറ്റടിക്കുന്ന പടകിൽ ആ പത്രോസും മറ്റുള്ളവരുടെ സമാധാനം പോയി അല്ലെ. ഞങ്ങൾ നശിച്ചു പോകും, ഞങ്ങൾ നശിച്ചു പോകും. പത്രോസിന്റെ കാര്യം മാത്രമേ ചിന്തയുള്ളൂ. യേശു ആ പടകിലുണ്ട്. ഞങ്ങൾ നശിച്ചു പോകും എന്ന് നിനക്ക് വിചാരമില്ലേ? കർത്താവ് നോക്ക്, എഴുന്നേറ്റ് നിന്ന് കർത്താവ് പറയുന്ന ഒരു വാക്ക്, ഭയപ്പെടണ്ട, അടങ്ങുക. നോക്ക്, ആ വാക്ക് നിങ്ങൾ ഒന്ന് ഉപയോഗിച്ച്, ഏത് വിഷയമാണെങ്കിലും ഒന്ന് ഉപയോഗിച്ച്. എലീശ പ്രവാചകൻ അവിടെ ഉപയോഗിക്കുന്ന ഒരു പദപ്രയോഗമാണ്. അതിന് അവൻ ഭയപ്പെടണ്ട, എന്നിട്ട് പേടിക്കണ്ട. നമ്മോട് കൂടെയുള്ളവർ അവരോട് കൂടെയുള്ളവരെക്കാൾ അധികം എന്ന് പറഞ്ഞു. നമ്മോട് കൂടെയുള്ളവർ അവരോട് കൂടെയുള്ളവരെക്കാൾ അധികമാണ്. യു ആർ എ സ്ട്രോങ് പേഴ്സൺ. ഈ ലോകത്തിൽ ഒന്നിനും, ഞാൻ പലപ്പോഴും പറയും, നിങ്ങളെ അടിക്കാൻ പറ്റിയ ഒരു ആർട്ടിലറിയും ഒരു വെപ്പണും ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. കാരണം ഐ ബിലീവ് ഇൻ ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവവചനം പറയുന്നത്, നോ വെപ്പൺ ഫോംഡ് അഗൈൻസ്റ്റ് യു വിൽ പ്രോസ്പർ. നിന്റെ എതിരെ വരുന്ന ഒരായുധവും ഫലിക്കത്തില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നിങ്ങളെ അടിക്കാൻ പറ്റിയ ഒരായുധവും പിശാചിന്റെ കയ്യിലില്ല. ആൻഡ് ഹി ഈസ് അൺആംഡ്, ഹി ഹാസ് നോ വെപ്പൺ. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, പലപ്പോഴും നമ്മളാ വെപ്പൺ കൊടുക്കുന്ന പിശാചിന്. ഞായറാഴ്ചയാണോ പറഞ്ഞു? സഭായോഗത്തിലാകും. ഞായറാഴ്ചയാണെന്ന് തോന്നുന്നു. സഭായോഗത്തിലാണ് പറഞ്ഞത്. നിങ്ങളാണ് പലപ്പോഴും വി ആർ ഹാൻഡിങ് ഓവർ എ വെപ്പൺ. നമ്മുടെ ഭയമാണ്. ആഹാ, ഇത്രയും വന്നപ്പോഴേ അവൻ ഭയപ്പെട്ടു, ഇത്രയും വന്നപ്പോഴേ അവന്റെ തല താഴ്ന്നായിരിക്കുന്നത്, ഇത്രയും വന്നപ്പോഴേ അവന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാക്ക്. ഇത്ര ഒരു വിഷയം കാണുമ്പോൾ ഗോഡ് ഈസ് ഇൻ കൺട്രോൾ. എന്റെ കർത്താവ് എന്റെ കൂടെയുണ്ട്, എന്നെ ഒരിക്കലും കൈവിടത്തില്ല, ലോകാവസാനത്തോളം എല്ലാ നാളും എന്റെ കൂടെ ഇരിക്കും. ഇതിന്റെ അകത്ത് വലിയ ദൈവപ്രവർത്തി. ഡിക്ലെയർ വാട്ട് യു വാണ്ട് ടു സീ. എന്ത് കാണാൻ ആഗ്രഹിക്കുന്നു അത് വേണം വിളിച്ചു പറയാൻ. അവിടെ പറയുകയാണ്, നീ പേടിക്കണ്ട, നമ്മോട് കൂടെ ഉള്ളവർ അവരോട് കൂടെ ഉള്ളവരെക്കാൾ അധികമാണ്. കണ്ണൊന്ന് തുറന്നൊന്ന് നോക്കിക്കേ. നിങ്ങളുടെ ചുറ്റും ദൂതന്മാർ പാളയം ഇറങ്ങിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. കർത്താവ് തന്റെ ദൂതന്മാരെ കല്ലിൽ പോലും തട്ടാതെ വണ്ണം നിങ്ങളുടെ ഉള്ളംകരത്തിൽ വഹിച്ച് കൊണ്ടു നടക്കാൻ തന്റെ ദൂതന്മാരെ കർത്താവ് അയച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഡിവൈൻ പ്രൊട്ടക്ഷൻ ഉണ്ട്. നോക്കിയേ, തൊടാൻ പറ്റത്, നിങ്ങളെ തൊടാൻ പറ്റത്, നിങ്ങളെ തൊടുന്നവർ കർത്താവിന്റെ കൃഷ്ണമണിയാ തൊടുന്നത്. നോക്ക്, ഹൂ ഡെയർ ടു ടച്ച് കർത്താവിന്റെ കണ്ണ്, ആ കൃഷ്ണമണിയെ തൊടാൻ ധൈര്യമുള്ള ആരാ ഉള്ളത്? അവൻ യഹൂദ ഗോത്രത്തിന്റെ ഗർജിക്കുന്ന സിംഹമാണ്. ഒരു സിംഹത്തെ പോയി തൊടാവോ? തൊടാൻ പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങളെ ഒന്നിനും തൊടാൻ പറ്റത്തില്ല. ആ ബോധ്യമുണ്ട്. നമ്മോട് കൂടെ ഉള്ളവർ അവരോട് കൂടെ ഉള്ളവരെക്കാൾ അധികം. എന്നിട്ട് താൻ പ്രാർത്ഥിച്ചു. ഏത് വിഷയത്തിലും ഞാൻ എല്ലാ ദൈവമക്കളോടും ഒന്ന് ഭയപ്പെടരുത്. ഏത് വിഷയത്തിലും ദൈവവചനം നമ്മളെ ഓർപ്പിക്കുകയാണ്, എല്ലാറ്റിലും പ്രാർത്ഥന. എവരിത്തിങ്, പ്രേ ഫോർ എവരിത്തിങ്. നമ്മൾ പ്രേ ഫോർ എവരിത്തിങ് എന്ന് പറയുമ്പം നമ്മുടെ കഴിവ് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിലും എന്ത് ചെയ്യണം? അത് കർത്താവിന്റെ കയ്യിലോട്ട് വരും. കർത്താവ് അതിനെ, when God orchestrates it, he orchestrates in the best way. കർത്താവ് അത് ചെയ്യുമ്പം ഏറ്റവും മനോഹരമായി എൻ്റെ കർത്താവിന് അത് ചെയ്യാൻ പറ്റും. ഞാൻ ചിന്തിച്ചതിലും നമ്മൾ പോലും വിസ്മയത്തോടെ നോക്കി നിൽക്കുന്നത് പോലെ നമുക്ക് മനസ്സിൽ ഒരു ഇന്ന കാര്യം ഇങ്ങനെയൊക്കെ ചെയ്യണമെന്നൊരു ഡിസൈൻ ഉണ്ടല്ലോ. എന്നാൽ കർത്താവിന്റെ കയ്യിലോട്ട് അത് കൊടുക്കുമ്പം നമ്മൾ വിസ്മയത്തോടെ, ഓ ഇങ്ങനെയും ഇത് ചെയ്യാൻ പറ്റുമോ, ഇത്രയും മനോഹരമായി പ്രവർത്തിക്കാൻ കഴിവ് നോക്ക് എൻ്റെ കർത്താവിനുണ്ടല്ലോ, കർത്താവ് വലുതാണല്ലോ ചെയ്തത് എന്ന് പറയുന്നത് പോലെ നിങ്ങൾ വിസ്മയത്തോടെ നിങ്ങളുടെ വിടുതലിനെ നോക്കി കാണാനിടയാവും. എല്ലാത്തിലും പ്രാർത്ഥന. എന്നിട്ട് എലീശ ചെയ്യുന്ന കാര്യം, എലീശ സ്റ്റാർട്ടഡ് പ്രേയിങ്. വായിക്കാം.
ഇവൻ കാണത്തക്കവണ്ണം പിന്നെ എലീശ പ്രാർത്ഥിച്ചു, യഹോവേ ഇവൻ കാണത്തക്കവണ്ണം ഇവന്റെ കണ്ണ് തുറക്കണമേ ഇവൻ കാണത്തക്കവണ്ണം ഇവന്റെ കണ്ണ് തുറക്കണമേ എന്ന് യഹോവ ബാല്യക്കാരന്റെ കണ്ണ് തുറന്നു. എലീശയുടെ ചുറ്റും അഗ്നിമയമായ കുതിരകളും രഥങ്ങളും കൊണ്ട് മല നിറഞ്ഞിരിക്കുന്ന അവൻ കണ്ടു. അപ്പൊ നോക്ക് എലീശ അവിടെ പ്രാർത്ഥിക്കുകയാണ്. എലീശ പ്രാർത്ഥിച്ചു ഇവന്റെ കണ്ണ് ഒന്ന് തുറക്കണം. അവന്റെ കണ്ണ് തുറന്നപ്പോൾ അവൻ കണ്ട കാഴ്ച ആ മല മുഴുവൻ വലിയ സൈന്യം, അഗ്നിമയമായ രഥങ്ങൾ. നോക്ക്, ദൈവത്തിന്റെ സ്വർഗത്തിന്റെ മുഴുവൻ സൈന്യം, ദൂതന്മാർ എലീശയ്ക്ക് ചുറ്റും. ആരുടെ ചുറ്റുമാ? വിശ്വസിക്കുന്നവരുടെ ചുറ്റും. ആരുടെ ചുറ്റുമാണ്? നോക്കിക്കേ, ഒരു ദൈവ പൈതലിന്റെ ചുറ്റും നിങ്ങൾ പോലും അറിയുന്നില്ല. യു ആർ പ്രൊട്ടക്റ്റഡ്. നിങ്ങൾക്കൊരു ഡിവൈൻ പ്രൊട്ടക്ഷൻ ഉണ്ട്. നിങ്ങൾ കടന്നു പോകുന്ന വിഷയത്തിന്റെ അകത്ത് ഒരു ഡിവൈൻ പ്രൊട്ടക്ഷൻ ഉണ്ട്. എന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അവന്റെ കണ്ണ് തുറന്നു. നോക്ക്, എനിക്ക് ഒരു സാക്ഷ്യം പറഞ്ഞു. വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സാക്ഷ്യമാണ്. ഞാന് അന്ന് ആദ്യകാലത്ത് റീച്ചേന് UK പോകുമ്പോ എനിക്ക് ഭയങ്കര പേടിയാ. ഞാനും പിള്ളേരുണ്ട്, റീച്ചേന്റെ അമ്മ കൂടെയുണ്ട്, ജോലിക്കാരിയും ഉണ്ട് കൂട്ടുകിടക്കാൻ. എന്നിട്ടും എനിക്ക് പേടിയാ. രാത്രിയിലെല്ലാം ഞാൻ അലാറം വെച്ച് എഴുന്നേക്കും. എനിക്ക് ഭയങ്കര പേടിയാ തന്നെ കിടക്കാനായിട്ട്. റീച്ചേൻ ഇല്ലാതെ, റീച്ചേൻ UK പോകുമ്പോ ഇല്ലാതെ കിടക്കാൻ എനിക്ക് ഭയങ്കര പേടിയാണ്. അങ്ങനെ കുറെ ദിവസം കഴിഞ്ഞപ്പോ എനിക്ക് ഭയങ്കര തലവേദനയായി. എനിക്ക് തന്നെ അങ്ങ് എന്റെ ശരീരത്ത് മുഴുവൻ അസ്വസ്ഥതയായി. ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ എനിക്ക് ഈ സാഹചര്യത്തിൽ നിന്ന് എനിക്കൊരു വിടുതൽ വേണം. നിന്റെ ദൂതന്മാര് കാവലുണ്ടെന്ന് ഞാൻ വചനത്തിൽ വായിച്ചിട്ടുണ്ട്. ഞാൻ അത് വിശ്വസിക്കുകയും ചെയ്യുന്നു. പക്ഷെ എനിക്ക് കാണണം, എന്നെ കാക്കുന്ന ദൂതന്മാരെ ഉണ്ടെന്ന് എനിക്ക് കാണണമെന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ച് ഞാൻ കിടന്നു. ഞാൻ ഒരു ദർശനം ഞാൻ കാണുക, ഇതുപോലെ അഗ്നിമയ ദൂതന്മാർ ഞങ്ങളുടെ മതിലിനു ചുറ്റും മേളിൽ ഭയങ്കരമായിട്ട് വെട്ടത്തോടെ, ഭയങ്കര വെളിച്ചത്തോടെ. ഇന്നും എനിക്ക് നല്ലപോലെ അറിയാം. ഞാനത് കണ്ടു. അന്ന് മുതൽ ഇന്ന് വരെ എനിക്ക് ഒരു ഭയവും ഉണ്ടായിട്ടില്ല. തന്നെ വരെ ഞാൻ മാസങ്ങളോളം റൈറ്റ് UK പോയാൽ തന്നെ താമസിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഒരു ഭയവും ഉണ്ടായിട്ടില്ല. നമ്മൾ തന്നെ നമ്മുടെ കണ്ണ് തുറക്കാനൊന്ന് പ്രാർത്ഥിച്ചാൽ മതി, ദൂതന്മാരെ കാണാം, നമുക്ക് നല്ല ധൈര്യവും കിട്ടും. നോക്ക്, യു കനോട്ട് ഹാൻഡിൽ വാട്ട് യു കാൺട്ട് സീ. നിങ്ങൾക്ക് കാണാൻ പറ്റാത്തത്, നിങ്ങൾ അത്ഭുതമാണോ കാണുന്നത്? നിങ്ങൾ ദൈവപ്രവൃത്തിയാണോ കാണുന്നത്? അതോ ഭയമാണോ കാണുന്നത്? അതിനെ ഹാൻഡിൽ ചെയ്യണമെങ്കിൽ നിങ്ങൾ അടുത്ത ലെവലിൽ, അടുത്ത തലത്തിൽ കാണുന്നത്. ഷീന പറഞ്ഞ ഈ സാക്ഷ്യം 2008 സാക്ഷ്യമാണോ? 8 മുമ്പുള്ള സാക്ഷ്യമാണ്. ഞാൻ 8 ഞങ്ങളുടെ വീടിന് കല്ലേറൊക്കെ ഉണ്ടായപ്പോൾ അന്ന് പേടി വന്നില്ല. അന്ന് ഇതുപോലെ ദൂതന്മാരെ കണ്ടോ? അന്ന് ഇല്ല. പക്ഷെ എനിക്ക് ഭയങ്കര ധൈര്യമായി. ഞാൻ കഥ ഒന്നും തുറന്നില്ല. പക്ഷെ ചിന്നു വന്ന് ചെറുതാ. പക്ഷെ അവൾ അന്നേരം പറഞ്ഞു, അമ്മ ബാ അമ്മേ, നമുക്ക് കഥവ് തുറന്നൊന്ന് നോക്കാം ആരായി എറിയുന്നേ. ഞാൻ പറഞ്ഞു വേണ്ട, നമുക്ക് ഇതിന്റെ അകത്തിരിക്കാൻ കർത്താവ് നമ്മളെ കാത്തോളൂ എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഒരു ബാധയും നിങ്ങളുടെ കൂടാരത്തിന് എടുക്കത്തില്ല. യു ആർ ഹൈലി പ്രൊട്ടക്റ്റഡ്. നമ്മുടെ കണ്ണ് ഒന്ന് തുറന്ന്, നമുക്ക് കാണാൻ പറ്റാത്തത് ഒരിക്കലും നമുക്ക് എടുക്കാൻ പറ്റത്തില്ല, അല്ലേ? നമുക്ക് കാണാൻ പറ്റും, ദൈവം പ്രവർത്തിക്കും. ഇല്ല, ഗോഡ് ഈസ് ഇൻ കൺട്രോൾ. കർത്താവിന്റെ കരം ഇതിനകത്തുണ്ട്, ഒരിക്കലും തള്ളിക്കളയത്തില്ല. ആ ഗ്ലോറി എൻ്റെ ഉള്ളിൽ വസിക്കുകയാണ്. ആ ഒരു നല്ല ബോധ്യത്തിലും ധൈര്യത്തിലും ദൈവവൈതൽ വിഷയങ്ങൾ കണ്ട് ജീവിക്കുന്നവരല്ല, അത്ഭുതങ്ങൾ കണ്ട് ജീവിക്കുന്നവരാണ്. ദൈവവൈതലിനെ സംബന്ധിച്ച് അവർക്ക് ഒരു കാര്യം അറിയാം. എൻ്റെ പപ്പ എനിക്കുണ്ട്. ഒരിക്കലും എൻ്റെ തല താന്നു പോകാൻ, മനുഷ്യന്റെ മുമ്പിൽ എൻ്റെ തല കുനിയാൻ കർത്താവ് സമ്മതിക്കത്തില്ല. നോക്ക്, അവിടെ എലീശയുടെ എനിക്ക് ആ വചനം എന്നെ ഭയങ്കരമായിട്ട് തൊട്ടു കേട്ടോ. പിന്നെ അവൻ പ്രാർത്ഥിച്ചു, യഹോവേ ഇവൻ കാണുവാൻ തക്കവണ്ണം എൻ്റെ കണ്ണ് തുറക്കണമേ എന്ന് പറഞ്ഞു. യഹോവ ബാല്യക്കാരന്റെ കണ്ണ് തുറന്നു. എലീശയുടെ ചുറ്റും അഗ്നിമയമായ കുരുദ്ര. എലീശയുടെ മലയുടെ ചുറ്റുമല്ല, എലീശയുടെ ചുറ്റും. നിന്റെ അടുത്ത 7 അയൽവക്കത്ത് അടുക്കത്തില്ല. യു ആർ ഹൈലി പ്രൊട്ടക്റ്റഡ്. എലീശയുടെ ചുറ്റും അഗ്നിമയമായ കുതിരകളും രഥങ്ങളും കൊണ്ട് മല നിറഞ്ഞിരിക്കുന്നത് കണ്ടു. നോക്ക്, മലയിൽ ആരാം രാജാവിന്റെ സൈന്യം നിൽക്കുകയാണ്.
എന്നാൽ പ്രൈസ് എലീശ വീട്ടിലിരിക്കുക, എലീശയുടെ ചുറ്റും ആ മല മുഴുവൻ നിറഞ്ഞ് നോക്ക് അഗ്നിമയമായ രഥങ്ങൾ ചുറ്റിയിരിക്കുക. ഒരു വിഷയത്തിലും ദൈവവൈദ്യരെ ലജ്ജിക്കത്തില്ല. പ്രൈസ് അയ്യോ എന്ന് വിളിക്കാതെ പ്രൈസ് യേശുവേ എന്നൊന്ന് വിളിച്ച് അവന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും, ഞാനും വിളിക്കും കേട്ടോ. ഞാൻ ഇതിനകത്ത് സൂപ്പർ നാച്ചുറൽ ഇതിനകത്തൊന്നും നിങ്ങൾ വിചാരിക്കരുത്. ഞാനും ഇതിന്റെ അകത്ത് ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഇതിന്റെ അകത്തുനിന്ന് ജയമെടുത്ത് മുമ്പോട്ട് പോകാമോ എന്ന് ഐ എം ഓൾസോ ഫൈറ്റിംഗ് എ ബാറ്റിൽ. പക്ഷേ യുദ്ധം കർത്താവിന്റെ. ഞാനല്ല ഫൈറ്റ് ചെയ്യുന്നത്. എൻ്റെ ഒരു വാള് പോലും എൻ്റെ ഒരു കഴിവും ഒന്നും വേണ്ട. പക്ഷെ നമ്മുടെ വാക്ക് നമ്മൾ അതിനകത്ത് വിളിച്ചു പറയുന്നത് ഇല്ല. ഇതിന്റെ അകത്ത് കർത്താവ് അത്ഭുതം. ഇന്നലെ ആ സഹോദരി ഞാൻ പറഞ്ഞല്ലോ, വളരെ വേദനയോടെ പ്രയാസത്തോടെ ആ സഹോദരി വിളിച്ച് പറഞ്ഞില്ല, സഹോദരി നഷ്ടപ്പെട്ട് പോകത്തില്ല. ഞാൻ ഇന്ന് പറഞ്ഞ ആ കാര്യം എല്ലാവരും ബി കോഷ്യസ് കേട്ടോ. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് കൈകാര്യം ചെയ്യുന്നതിൽ നിങ്ങളെല്ലാം കോഷ്യസ് ആയിരിക്കണം. ആവശ്യമില്ലാത്ത ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യരുത്. ആരെങ്കിലും 10 രൂപ അയച്ചിട്ട് തെറ്റി അയച്ചതാ തിരിച്ചയച്ചു തരാൻ പറയുമ്പം ഉടനെ അത് തിരിച്ചയച്ചു കൊടുക്കരുത്. നിങ്ങളുടെ അക്കൗണ്ട് മുഴുവൻ കാലിയാകും. അത് നോക്ക്, അതുപോലെയുള്ള ഒത്തിരി ബാങ്കിൽ നിന്ന് തന്നെയായിരിക്കും മെസ്സേജ് വരുന്നത്. നോക്ക്, ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നവർക്ക് നിങ്ങളുടെ ബാങ്കിന്റെ പേരിൽ ഒരു മെസ്സേജ് നിങ്ങൾക്ക് അയക്കാൻ സാധിക്കത്തില്ലേ? ബിവെയർ ഓഫ് ഇറ്റ്. അതുപോലെ തന്നെയാണ് ഈ പൈസ ഇങ്ങോട്ട് അയച്ചു തന്നിട്ട് പറയുന്നത് അങ്ങോട്ട് തിരിച്ച് നിങ്ങൾ അയക്കരുത് ഒരിക്കലും. നിങ്ങൾ ബാങ്കുകാരോട് നിങ്ങൾ അവരോട് പറയണം. എനിക്ക് ചില മാസങ്ങൾക്ക് മുമ്പ് ഇതുപോലെ ഒരു കോൾ വന്നായിരുന്നു. 10 രൂപ അയച്ചു തന്നിട്ട് എനിക്ക് ഇതുപോലെ ഒരു കോൾ വന്നു. അവരോട് പറയണം, നിങ്ങളുടെ ബാങ്കിൽ കംപ്ലൈന്റ് ചെയ്തോ, നിങ്ങളുടെ ബാങ്ക് എൻ്റെ ബാങ്കിൽ നിന്ന് വാങ്ങിച്ച് അത് തിരിച്ചു തന്നോളൂ. അത് മാത്രം നിങ്ങൾ ഒരിക്കലും തിരിച്ചയക്കാൻ നിങ്ങൾ ശ്രമിക്കരുത്. വല്ലാത്ത ചതിയൻ ലോകത്തിലാണ് ജീവിക്കുന്നത്. പക്ഷെ ഒരു കാര്യം ദൈവമക്കളെ, ഗോഡ് ഈസ് ഇൻ കൺട്രോൾ. യു ആർ പ്രൊട്ടക്റ്റഡ്. കർത്താവ് കൂടെ ഉണ്ട്, ഒരിക്കലും കൈവിടത്തില്ല. പ്ലീസ്, നമ്മുടെ കഴിവും നമ്മുടെ അറിവിനും ഒക്കെ ലിമിറ്റഡ് ആണ് അല്ലേ? പക്ഷെ എൻ്റെ കർത്താവ് ആദ്യം തന്നെ അവസാനം കാണുന്ന ഒരു കർത്താവാണ്. വാട്ട് എ ഗുഡ് ഗോഡ്, വാട്ട് എ ഗ്രേറ്റ് ഗോഡ് വി സെർവ്. ആ കർത്താവെ ലെറ്റ് us embrace him. നമ്മുടെ ലൈഫ് ടൈം മുഴുവൻ ആ കർത്താവിനെ വാരിപ്പുണർന്ന് കർത്താവിനെ സ്നേഹിച്ച് നമ്മൾ കൂടെ നടന്ന് ഒരു പിതാവിൻ്റെ കൂടെ ഒരു കൊച്ചുകുഞ്ഞ് കൈപിടിച്ച് നടക്കുന്ന പോലെ, കൊച്ചുകുഞ്ഞല്ല കൈപിടിക്കുന്നത്, പിതാവാണ് കൈപിടിക്കുന്നത്. അങ്ങനെ ആ നടക്കുന്ന ആ അനുഭവത്തിൽ ആ കർത്താവിൻ്റെ കൂടെ ഒന്ന് നടന്നേ. പ്ലീസ്, ദൈവജനത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്, മേലാൽ വരുവാനുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും. പ്ലീസ്, ഒന്നും ഭാരപ്പെടണ്ട, ധൈര്യമായിട്ട് നടന്നു. പ്ലീസ്, അയ്യോ പത്തോ വിളിക്കാതിരുന്നാൽ മതി. യേശുവേ എന്ന് വിളിച്ചു വഴി തുറക്കുക തന്നെ ചെയ്യും. സോ ഇന്ന് പകൽ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. OMG, ഞാൻ ഇന്ന് തലക്കെട്ടിട്ടിരിക്കുന്ന ഓ മൈ ഗോഡ് വാട്ട് ഷാൽ ഐ ഡു. പ്രിയപ്പെട്ടവരെ, അയ്യോ അല്ല. ആ പ്രവാചകന്റെ ശിഷ്യം വിളിച്ചതുപോലെ അയ്യോ അല്ല. കർത്താവ്, എൻ്റെ കർത്താവ്. ഒറ്റ വിളി. നമ്മൾ പറയല്ലേ, വിളിപ്പുറത്തുണ്ടെന്ന് പറയല്ലേ എന്ന് പറഞ്ഞ പോലെ എൻ്റെ കർത്താവ് വിളിപ്പുറത്തും അകത്തായി, ദൂരെയല്ല. We serve not an away God, we serve a near God who resides inside me. എൻ്റെ അകത്ത് വാഴുന്ന, വസിക്കുന്ന, സിംഹാസനമിട്ട് റെയിൻ ചെയ്യുന്ന ഒരു കർത്താവിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. പ്രൈസ്. പിശാചിനൊന്നുമില്ല. അവൻ പൊട്ടി പൊളിഞ്ഞു പോയി. പിശാച് പൊട്ടി പാളീസായ പാർട്ടിയാണ്. അവനൊന്നുമില്ല. അവന് നിന്നെ നോക്കാനോ അവനെ തൊടാനോ അധികാരമില്ല. സോ പ്രാർത്ഥിക്കാം. ഇന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കാസ്റ്റ് ഓൾ യുവർ ബർഡൻസ് അപ്പോൺ ജീസസ്. എല്ലാം യേശുവിൻ്റെ മേലോട്ട് അങ്ങേറ്റ് ആൻഡ് ബി ഫ്രീ. ഭയപ്പെടേണ്ട. ഇന്ന് പ്രാരംഭത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒന്നും പേടിക്കണ്ട, ഒന്നും ഭയപ്പെടേണ്ട. കർത്താവ് കൂടെ ഉണ്ട്. സോ ലെറ്റ് us യേശുവേ സ്തോത്രം. കർത്താവേ, നന്ദി പറയുന്നപ്പാ. നന്ദിയെന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല. ഞങ്ങളെ നടത്തിയ വഴികളോർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. ഹല്ലേലൂയ. കർത്താവ് കൂടെ ഇരുന്നു ഇത്രത്തോളം അത്ഭുതകരമായി ഞങ്ങളെ വഴി നടത്തിയ ദൈവയ്ക്കായിട്ട് സ്തോത്രം കർത്താവേ. ഇന്ന് കടന്നു പോകുന്ന എല്ലാ വിഷയത്തിലും എൻ്റെ കർത്താവിൻ്റെ കരം ഓരോ മക്കളെയും തൊടണമേ. അവരുടെ ഉൾക്കണ്ണുകളും തുറക്കണമേ. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ അവരെ ഒന്ന് നിറയ്ക്കണമേ. എല്ലാ ഭാരവും എല്ലാ നിരാശകളും അവരെ വിട്ടു മാറട്ടെ. വലിയ പ്രത്യാശ അവരുടെ ഉള്ളിൽ കൊടുക്കുന്നതിനായിട്ട് സ്തോത്രം. ഞാൻ ഈ കാര്യത്തിൽ ഞാൻ തകർന്നു പോകത്തില്ല, ഞാൻ ലജ്ജിച്ചു പോകത്തില്ല. ഈ കടഭാരത്തിന്റെ മുമ്പിൽ ഞാൻ
ലജ്ജിക്കത്തില്ലെന്നുള്ള ആ ധൈര്യവും ഉറപ്പും എന്റെ കർത്താവെ നീ അവർക്ക് കൊടുക്കണമേ. അന്നത്തേക്കുള്ള എല്ലാ കാര്യങ്ങളിലും സമൃദ്ധി വെളിപ്പെടട്ടെ കർത്താവെ. എല്ലാ ദാരിദ്ര്യവും യേശുവിന്റെ നാമത്തിൽ മാറിപ്പോട്ടെ. ഭവനത്തിലുള്ള ദാരിദ്ര്യങ്ങൾ യേശുവിന്റെ നാമത്തിൽ, അത് സന്തോഷത്തിലാണേലും സമാധാനത്തിലാണേലും കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലാണേലും എന്തെങ്കിലുമൊക്കെ, സമ്പത്തിൽ മാത്രമല്ല ദാരിദ്ര്യം, എന്തെങ്കിലുമൊക്കെ വിഷയങ്ങളിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നുണ്ടെങ്കിൽ, എനിക്ക് സന്തോഷിക്കാൻ പറ്റുന്നില്ല, എനിക്ക് സമാധാനത്തോടെ ആയിരിക്കാൻ പറ്റുന്നില്ല, എനിക്ക് സ്വസ്ഥതയില്ല എന്നെല്ലാം പറയുന്നവരുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇപ്പോൾ തന്നെ വീഴട്ടെ. ആ വലിയ സമാധാനം, ഈ ലോകം തരുന്ന സമാധാനമല്ല, ഉയരത്തിൽ നിന്നുള്ള സമാധാനത്താൽ ഓരോ മക്കളും നിറയട്ട് കർത്താവേ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിച്ച് ഓരോ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കുമ്പോൾ എല്ലാ ഭവനങ്ങളും അനുഗ്രഹിക്കപ്പെടട്ടെ, കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ, സമ്പത്ത് അനുഗ്രഹിക്കപ്പെടട്ടെ, ആരോഗ്യം അനുഗ്രഹിക്കപ്പെടട്ടെ. ഇന്ന് ശാരീരികമായ ആരെങ്കിലും വെല്ലുവിളികളിലൂടെ പോകുന്നെങ്കിൽ നിങ്ങളുടെ കൈ തന്നെ നിങ്ങളുടെ ശരീരത്തിന് മേലൊന്ന് വെച്ച്, രോഗസ്ഥലങ്ങളിലൊന്ന് വെച്ച് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ കർത്താവെ പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതകരമായ വിടുതൽ യേശുവിൻ നാമത്തിൽ ഉണ്ടാകട്ടെ, സൗഖ്യമാകട്ടെ. യേശുവിൻ നാമത്തിൽ കർത്താവ് തൊടുന്നതിനായി സ്തോത്രം. സാമ്പത്തികമായ വെല്ലുവിളികളെല്ലാം മാറട്ടെ, അത്ഭുതകരമായ വഴികൾ തുറക്കട്ടെ. ബാങ്ക് ഇഷ്യൂകളിൽ കേൾക്കുന്ന ചില വ്യക്തികൾ എന്നെ കേൾക്കുന്നുണ്ട്, കടഭാരമായിരിക്കാം, ജപ്തിയുടെ മുമ്പിൽ നിൽക്കുകയായിരിക്കാം. യേശുവിന്റെ നാമത്തിൽ കർത്താവെ പ്രാർത്ഥിക്കുന്നു, അത്ഭുതകരമായ വഴി തുറക്കട്ടെ. നിന്റെ മക്കളുടെ സാമ്പത്തിക ആവശ്യം മുഴുവൻ യേശുവിൻ നാമത്തിൽ മീറ്റ് ചെയ്യപ്പെടട്ടെ. കർത്താവിന്റെ കരം തൊടുന്നതിനായി സ്തോത്രം. അഞ്ചപ്പത്തെ വർദ്ധിപ്പിച്ചവൻ നിന്റെ മക്കളുടെ അല്പത്തെ അധികമാക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വലിയ നിറവ് വെളിപ്പെടട്ടെ, വീടിന്റെ അകത്ത് സമാധാനം വെളിപ്പെടട്ടെ, സന്തോഷമുണ്ടാകട്ടെ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ധാരാളമായി ദൈവകൃപ വരട്ടെ. അനുഗ്രഹിക്കുകയാണ്. പ്രാർത്ഥന കേട്ടതോർത്ത് നന്ദി. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. കർത്താവിനോട് മൂക്കിനെന്തോ സർജറി പറഞ്ഞിരിക്കുന്ന ഈ വ്യക്തി എന്നെ കേൾക്കുന്നുണ്ട്. യേശുവിന്റെ നാമത്തിൽ സർജറി നടക്കത്തില്ല. ഇപ്പോൾ തന്നെ നിങ്ങളുടെ കരം ആ മൂക്കിന്മേൽ വെച്ചോ. ഇപ്പോൾ തന്നെ എന്റെ കർത്താവ് സൗഖ്യമാക്കുക. കർത്താവ് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന, അങ്ങനെ സർജറി പറഞ്ഞിരിക്കുന്നവരുടെ സർജറികൾ മാറിപ്പോട്ടെ. എന്ത് വിഷയമാണേലും പൂർണ്ണ വിടുതലും സൗഖ്യവും കൊടുത്തിരിക്കുക. സ്തോത്രം. സാക്ഷ്യം ഞങ്ങളെ കേൾപ്പിച്ചിരിക്കുക. സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. സോ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അതുപോലെ നമുക്ക് ചൂടൊക്കെ കുറയണ്ടേ. നമ്മൾ ഞായറാഴ്ച ചർച്ചിൽ ഞങ്ങൾ പ്രാർത്ഥിച്ചായിരുന്നു. ഞങ്ങൾ എല്ലാവരും കൂടെ ഈ ലെറ്റ് us come in one accord. എല്ലാവരും നമ്മൾ ഈ പത്രത്തിൽ വരുന്ന വാർത്തകൾ, ഈ ടി വിയിൽ വരുന്ന വാർത്തകൾ, അവർ പറഞ്ഞ ഫോർകാസ്റ്റ് അതൊന്നും വിളിച്ചു പറയാൻ നിങ്ങൾക്ക് വേണ്ടിയത് നിങ്ങൾ പറഞ്ഞു. നിങ്ങൾ ഭൂമിയിൽ അനുവദിക്കുന്നത് സ്വർഗത്തിൽ അനുവദിക്കുമെന്നാണ്. ഞായറാഴ്ച ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഞായറാഴ്ച ചില കാര്യങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഒന്ന്, ശക്തമായ മഴ വേണം, ചൂട് 5 ഡിഗ്രി കുറയണം. പ്ലീസ്, ഇതെല്ലാം വി കൺഫസ്, നമ്മൾ തന്നെ വാ കൊണ്ട് വിളിച്ചു പറയാൻ തുടങ്ങണം. പ്ലീസ് ഇന്ന് ശക്തമായ മഴ പെയ്തു. ഇന്നലെ അതിശക്തമായ മഴ ഞങ്ങൾക്ക് പെയ്തു. 1 മണിക്കൂറോളം മഴ പെയ്തു. ഒത്തിരി പേര് ഞായറാഴ്ച കിണറ്റി വെള്ളമില്ലാത്തവർ എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞപ്പോൾ എത്ര പേരാ എഴുന്നേറ്റ് നിന്ന്, എത്ര പേരാ വെള്ളത്തിന് ബുദ്ധിമുട്ടുന്നത്. ഞാൻ അവരോട് പറഞ്ഞു, ഈ ഉറവ കണ്ണികൾ പൊട്ടും. നിങ്ങളുടെ കിണറുകളിന് ഈ ആഴ്ച നോക്കിക്കോണം. കൂട്ടസാക്ഷ്യമായിരിക്കും. വെള്ളമില്ലാത്തവരുടെ കൂട്ടസാക്ഷ്യം. ഇന്നും ശക്തമായ മഴ വേണ്ടിയത് നിങ്ങൾ പറഞ്ഞു. നിങ്ങൾ കൈ ഉയർത്തിയെന്നു, നിങ്ങളുടെ വിശുദ്ധ കരങ്ങളെ ഉയർത്തി പ്രാർത്ഥിക്കാനാണ്. നിങ്ങൾ കൈ ഉയർത്തി അങ്ങോട്ട് പറഞ്ഞു, നിങ്ങൾ പറയുന്നത് പോലെ സംഭവിക്കും. ഭയങ്കര ചൂടാണേ, ഭയങ്കര ചൂടാണേ, ഭയങ്കര വി ആർ പ്രൊഫസൈങ്, വി ആർ ദ ചിൽഡ്രൻ ഓഫ് ഗോഡ്. നമ്മുടെ വാക്കുകൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ ശക്തി ഉണ്ടെന്ന് പറയുന്നുണ്ടോ? ഞാൻ ഉൾപ്പെടെ നമ്മളെല്ലാവരും ഇടയ്ക്കിടയ്ക്ക് പറയുന്ന, നമ്മൾ ഇതിനൊന്നും വലിയ അതീതനാണെന്നൊന്നും അല്ല പറയുന്നത്. പക്ഷേ അതിനെ എന്ത് ചെയ്യണം? റിവേഴ്സ് ചെയ്യാൻ ഞാൻ നോക്കും, കറക്റ്റ് ചെയ്യാൻ ഞാൻ നോക്കും. നമ്മൾ പറയാൻ അങ്ങോട്ട് തുടങ്ങി, ഇന്ന് മുതൽ ചൂട് കുറയാൻ പോകുകയാണ്, ഇന്ന് ചൂടിന്റെ തീയുടെ ശക്തിയെ കെടുത്തിയതാണോ കർത്താവ്? ഡു യു ബിലീവ് ഇറ്റ്? നോക്ക്, 7 മടങ്ങ് തീയുടെ ചൂട് വർദ്ധിച്ചപ്പം അതിന്റെ ശക്തിയെ കെടുത്താൻ കഴിവുള്ള കർത്താവ് ഇസ് ഹി നോട്ട് ദ സെയിം? അതേ കർത്താവ് തന്നെയല്ലേ ഇന്നും? ആണെങ്കിൽ ചൂട് കുറയും, ആണെങ്കിൽ ചൂട് കുറയും. നിങ്ങൾ പറയുന്ന പോലെ സംഭവിക്കും. എന്ത് വിളിച്ചു പറയും? ഇന്നും അതിശക്തമായ മഴ പെയ്യും. പറഞ്ഞോണം. ഇന്നലെ 7 മണിക്കാണ് മഴ പെയ്തത് അല്ലെ? 7 മണി, ഇന്നലെ 7 മണി മുതൽ 8:30 വരെ ഏകദേശം മഴ പെയ്തു. ഇന്ന് 7 മണി, ഇന്ന് 3 മണിക്ക് പെയ്യും. പറഞ്ഞോണം. നിങ്ങൾ എന്നാ കാണാൻ ആഗ്രഹം? ഞങ്ങൾക്ക് ഈ മഴ പെയ്യുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമാണ്.
എന്നാ എന്ന് വെച്ചാൽ ചെടിക്ക് വെള്ളം ഒഴിക്കണം, അല്ലെങ്കിൽ വൈകിട്ട് 1.5 മണിക്കൂറത്തെ പണിയാണ്. ഞങ്ങൾ രണ്ടുപേരും ഒരു സൈഡിൽ നിന്ന് ഷീന ഒഴിക്കും, ഒരു സൈഡിൽ നിന്ന് ഞാൻ ഒഴിക്കും. സോ ഇന്ന് അതിശക്തമായ മഴ പെയ്യും, ചൂട് കുറയും, വേണ്ടിയതെല്ലാം പ്രവചിച്ചോണം. നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ ആരോഗ്യത്തിലും ഒക്കെ വേണ്ടിയത് പ്രവർത്തി. അതുപോലെ ഒരു കാര്യം കൂടി ഓർപ്പിക്കുക, ഈ വെള്ളിയാഴ്ച May 1 ഹോളിഡേ ആണ്, അവധി ദിവസമാണ്. രാവിലെ 7:30 മണിക്ക് നോക്ക്, രോഗികൾക്ക് കർത്താവ് ചില ആഴ്ചകൾക്ക് മുമ്പ് തന്നെ കർത്താവ് ഒരു ആലോചന തന്നായിരുന്നു. നോക്ക്, ഒരു ഹീലിംഗ് സ്കൂൾ പോലെ രോഗികളെ പ്രാർത്ഥിച്ച് അവനിലെ രോഗികളെ മുഴുവൻ സൗഖ്യമാക്കി എന്ന് ഈ ദൈവവചനം പറയുന്നു എങ്കിൽ പ്ലീസ് ഒരു ഹീലിംഗ് സെഷൻ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവരെ സൗഖ്യമാക്കുക, അവരെ ക്രിസ്തുവിൽ യഥാസ്ഥാനപ്പെടുത്തുക. എങ്ങനെ പ്ലീസ് ഐ ക്യാൻ ലീവ് എ ഹെൽത്തി ലൈഫ്. സോ 7:30 മുതൽ 10 മണി വരെയാണ് മീറ്റിംഗ്. സോ നിങ്ങളെല്ലാവരും, നിങ്ങൾ അടുത്ത് ഈ കോഴഞ്ചേരിക്ക് അടുത്തൊക്കെയാണ് നിങ്ങൾ കേൾക്കുന്നത് എങ്കിൽ കം. നിങ്ങൾക്ക് ഒരു സൗഖ്യം വേണോ? ഇന്ന് രോഗിയായിട്ട് നിങ്ങളുടെ വീടിന്റെ അടുത്ത് തളർന്ന ഒരാൾ ഇരിക്കുന്നുണ്ടോ? വീൽ ചെയറിൽ ഒരാൾ ഇരിക്കുന്നുണ്ടോ? ഓപ്പറേഷൻ പറഞ്ഞ ഒരാളുണ്ടോ? നിങ്ങൾ കൊണ്ടുപോവാ, അവരെ ആ മീറ്റിങ്ങിലോട്ട് കൊണ്ടുപോവാ. പ്ലീസ് എല്ലാ രോഗികളെയും, ഒറ്റ ഒരെണ്ണം പോലും സൗഖ്യമില്ലാതെ പോകത്തില്ല. എല്ലാ രോഗികളും സൗഖ്യമായിട്ടേ പോകത്തുള്ളൂ. സുഖം. ഞാൻ നിങ്ങളെ വിളിക്കുകയാണ് ഈ വെള്ളിയാഴ്ച May 1 രാവിലെ 7:30 മണിക്ക്. സോ ഗോഡ് ബ്ലെസ് യു. ഗോഡ് അതിന്റെ പോസ്റ്റേഴ്സ് വരും. സോ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഷെയർ ദ വീഡിയോ ഓൾസോ. കർത്താവിന്റെ കൃപയിൽ ഓരോരുത്തരെയും സൂക്ഷിക്കട്ടെ. കർത്താവിന്റെ വരവ് താമസിക്കുന്നെങ്കിൽ നാളെ ഇതേ സമയത്ത് നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു.